പ്രാദേശിക കേബിൾ ചാനലുകളുടെ എണ്ണം പരിമിതപ്പെടുത്താനുള്ള തീരുമാനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മാവുങ്കൽ നെല്ലിത്തറയിലെ IMA ഹൗസിൽ നടന്ന സമ്മേളനം സിഡ്കോ ചെയർമാനും COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ K. വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കേബിൾ ടിവി മേഖലയുടെ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമായ പ്രാദേശിക ചാനലുകളുടെ എണ്ണം പരിമിതപ്പെടുത്താനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറണമെന്ന് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ചിരിക്കുന്ന കേരളത്തിൽ വൈദ്യുതി പോസ്റ്റുകളുടെ വാടക കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള ഗ്രാമനഗര വ്യത്യാസമില്ലാതെ 100 രൂപയായി നിജപ്പെടുത്തണമെന്ന് സംസ്ഥാന സർക്കാരിനോടും സമ്മേളനം ആവശ്യപ്പെട്ടു. മാവുങ്കൽ നെല്ലിത്തറയിലെ IMA ഹൗസിൽ വെച്ച് നടത്തിയ സമ്മേളനം COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും സിഡ്കോ ചെയർമാനുമായ K. വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൻകിട കമ്പനികളോട് മത്സരിച്ചാണ് കേരള വിഷൻ ഇന്ത്യയിലെ തന്നെ മികച്ച കേബിൾ ടിവി ഇന്റർനെറ്റ് സേവനദാതാക്കളായതെന്നും COAയുടെ സംഘടനാ ശക്തിയാണ് ഈ വിജയങ്ങൾക്കെല്ലാം കാരണമായതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഈ ഇൻഡസ്ട്രി ഇപ്പം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മൾ എല്ലാവരും സാധാരണ കേബിൾ ടി വി സർവീസിൽ ആരംഭിച്ച ആളുകളാണ്. ഒരുപക്ഷെ കേബിൾ ടി വി സർവീസിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ചോ വിലയിരുത്തിയോ ആയിട്ടായിരിക്കും നമ്മൾ വന്നിട്ടുണ്ടാവും. ഇപ്പൊ കേരളത്തിൽ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരാണ് കേബിൾ ടി വിക്ക് തുടക്കം കുറിച്ചത്. ഒരു സ്വയം തൊഴിൽ സംരംഭ സാധ്യത കണ്ടിട്ട് സാറ്റലൈറ്റ് ചാനലുകളുടെ വരവോടുകൂടി ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയുടെ സാധ്യത കണ്ടിട്ട് നമ്മൾ ആരംഭിക്കുന്നത് ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരാണ്. എന്നാൽ കേബിൾ ഓപ്പറേറ്റർമാർ ഇത് ആരംഭിച്ച് 92 ആകുമ്പോഴേക്കും കേരളത്തിൽ ഏഷ്യാനെറ്റ് കേബിൾ ടി വി വരുന്നുണ്ട്. പക്ഷെ ഏഷ്യാനെറ്റ് കേബിൾ ടി വി വരുന്നത് നമ്മൾ ആരംഭിച്ച രീതിയിലായിരുന്നില്ല. അവര് സാധാരണ ഒരു കമ്പനി ആ രീതിയിൽ വരുമ്പോൾ അവർ കുറെ കൂടി സ്റ്റഡി നടത്തും, പഠനം നടത്തും, ഇതിന്റെ സാധ്യതകൾ നടത്തും. മാത്രമല്ല, സാങ്കേതികമായിട്ട് മറ്റു രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റു മേഖലകളിലോ എവിടെയൊക്കെയാണ് ഇതിന്റെ നല്ല സാധ്യതകൾ ഉണ്ടായിട്ടുള്ളത് അത് അവർ പ്രയോജനപ്പെടുത്തിയിട്ടാണ് വരിക. കാരണം അത്ര വലിയ കമ്പനികൾക്ക് അതിനുള്ള സാധ്യതകളുണ്ട്. ആ രീതിയിൽ തന്നെയാണ് കേരളത്തിൽ ഏഷ്യാനെറ്റ് കേബിൾ ടി വി വന്നിട്ടുള്ളത്. ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് VV സുധീഷ് അധ്യക്ഷനായി. സംഘടക സമിതി ചെയർമാൻ TV മോഹനൻ സ്വാഗതം പറഞ്ഞു. മേഖലാ സെക്രട്ടറി ഗിരീഷ് കുമാർ മേഖലാ റിപ്പോർട്ടും ട്രഷറർ ദിനേശ് പൈ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഇതിനു പുറമെ ശോഭകുമാർ ഓഡിറ്റിംഗ് റിപ്പോർട്ടും COA ജില്ലാ സെക്രട്ടറി ഹരീഷ് P. നായർ സംഘടനാ റിപ്പോർട്ടും CCN ചെയർമാൻ K. പ്രദീപ് കുമാർ CCN റിപ്പോർട്ടും അവതരിപ്പിച്ചു. മേഖലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീനാരായണനാണ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചത്. KBPL ഡയറക്ടർ അബ്ദുള്ള കുഞ്ഞി ക്ലസ്റ്റർ പദ്ധതിയും അവതരിപ്പിച്ചു. COA കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കൊള്ളിക്കര, സംസ്ഥാന കമ്മിറ്റി അംഗം M. ലോഹിതാക്ഷൻ, കാസർഗോഡ് വിഷൻ മാനേജിംഗ് ഡയറക്ടർ സതീഷ് K. പാക്കം, COA കാസർഗോഡ് മേഖലാ സെക്രട്ടറി K. സുനിൽകുമാർ, നീലേശ്വര മേഖലാ സെക്രട്ടറി CP. ബൈജുരാജ്, സംഘടക സമിതി വൈസ് ചെയർമാൻ P. വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. കേബിൾ TV ബ്രോഡ്ബാൻഡ് വിതരണ രംഗത്തെ സാങ്കേതിക മാറ്റം, സേവന രംഗം കൂടുതൽ കാര്യക്ഷമമാക്കൽ, അതുവഴി കൂടുതൽ ആനുകൂല്യങ്ങൾ വരിക്കാർക്ക് ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു. COA കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി A. ചന്ദ്രനെയും സെക്രട്ടറിയായി P. പ്രകാശിനെയും ട്രഷററായി P. K. മനോജിനെയും തെരഞ്ഞെടുത്തു. പ്രവീൺ വൈസ് പ്രസിഡന്റായും സജിത്ത് കൂളിയങ്കാൽ ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.